നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി. വേഗം വാ വേഗം വാ. തീർന്നു പോയി കഴിച്ചു പോവും. മക്കളെ പോയി ഉണ്ടാകും കുത്തിരിക്കുന്നത് അവിടെ. എന്താണ് മാർക്ക് ഞെക്കി പൈപ്പിക്ക എനിക്ക് മാണ്ടി ഓടി. പിള്ളേച്ചൻ ഭാഗ്യമുള്ളവനാണ്. എറിഞ്ഞു വാട്ടാതെ എന്റെ കുഞ്ഞിറ്റിൻ ചേട്ടാ. വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ? കഷായം തിളപ്പിച്ചിട്ടുണ്ട്, വേഗം വന്നത് കുടിക്കും. പോയിക്കോളി മക്കളെ. ബാപ്പ എന്താ കുഞ്ഞിട്ടുള്ളക്ക നീ തീർന്നു ഇത്ര പെട്ടെന്ന്? മുയമ്പ് തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അമ്മനെ ഏൽപ്പിച്ച്. എടോ എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്തൊരു കടിച്ചെറിയും വേദനയും. ഇന്ന് 4 പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോവുകയും ചെയ്തു. ബാലം വൈദ്യരുടെ അരിഷ്ടം 3 നേരം കുടിക്ക്, തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് തൂറിൽ നിർത്തണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. എന്താണ് വെള്ളമില്ലാത്തൊക്കെ പാട് ഉരുണ്ട് കൂടണ. എവിടെ? ആരാ കണ്ടത്? കണ്ട് നമ്മളാണ്. മുതലക്കടവിലെടുത്ത് മരത്തമ്മലങ്ങനെ കുത്തിരിക്കുന്നത്. അവിടേക്ക് ഏകദേശം ഇത്ര ദൂരത്ത് ഇങ്ങനെ നിൽക്കണ്. അതാണ് പുലി തന്നെയാണോ? അല്ല വല്ല പട്ടി പൂച്ചയോ? ഈ എന്തോ ഒലക്കാമല വർത്താനാണോ പറയുന്നത്? പുലിയാണോ? നല്ല ഒന്നാന്തരം പുള്ളി. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മൾ മണിയപ്പുരി പിടിച്ചില്ലേ, അതേ സാധനം. മണി അടിക്കട്ടെ, വേഗം ആട്ടെ. അടിക്കട്ടെ അച്ചോന്നോ? പോയ അടിയടോ. പാത്തുക്കുട്ടി, പള്ളിമണിയല്ലേ കേക്കണേ? അതെ. എന്റെ ഗുരുവായൂരപ്പാ, പുലി വീണ്ടും ഇറങ്ങിയെന്നാ തോന്നണേ. ഗോവിന്ദ, പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ പൊക്കോളീൻ, പുലി ഇറങ്ങി. വൈദ്യരെ, നേരെ ഇരുട്ടുതലും പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നസ്രാണിയിൽ ആരാണ്ട് ചത്തമണിയാ? ചത്തമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരദൂഷണം പറഞ്ഞിരുന്നോ? പുലിയുടെ വിശപ്പും മാറും, നാട്ടുകാരുടെ ഒരു ശാപവും തീരും. വൈദ്യര് വേഗം പീടിയടച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുറെ ഇറച്ചിയുണ്ടല്ലോ, പുലി തിന്നട്ടെ. ആ രാമകുട്ടി ഉണ്ടല്ലോ, വക്കീല് മഹാഭാരയാ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ. വീട്ടിൽ പോകാൻ നോക്ക്, തമ്മി കണ്ട നാളെ സംസാരിക്കാം. അങ്ങനെയാണ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ്. അതെ, ഇവിടെ വീണ്ടും പുലി ഇറങ്ങി. പുലി. അതെ. എന്താ? ഒരു ഫോണുള്ളത് വെറുതെയാ. ഇതിലും പേര് നേരിട്ടെന്ന് പറയുന്നതാ. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? അപ്പന് വേറെ പണിയില്ലേ? ഈ രാത്രി 10-25 കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ 2 പോലീസുകാരെ അയച്ചു തരും. അവർ വന്നിട്ട് തന്നെ ചെയ്യാനാ? അവർക്ക് കൂട്ടിരിക്കാൻ 10 പേര് വേറെ വേണം. സൂക്ഷിച്ചു പോണേ. ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും. കഥ അടച്ചോളൂ. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. മോളെ,
ആ ചെക്കൻ ഇതുവരെ വന്നില്ലല്ലോടി. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് എപ്പോഴും പറയാറുള്ളതാ. എവിടെ പോയി തിരക്കും എന്റെ കർത്താവേ? ആ വിവരം അറിഞ്ഞപ്പോ അവൻ വല്ല വീട്ടിലും കയറിയിരിക്കുന്നുണ്ടാവും. കുഞ്ഞക്ക, എന്താ മോളെ? തോമസ് ഊട്ടി ഇതുവരെ വന്നില്ല. ആ ചെക്കനിത് എവിടെ പോയി കിടക്കുകയാണ്? ചരക്കും കൊണ്ട് ടൗണിൽ പോയതാ. അവൻ വരും, വിവരമില്ലാത്തവനൊന്നും അല്ലല്ലോ. മോള് ബേജാറാവണ്ട, ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുകൊണ്ടുവന്നോളാം. മോളിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ പുറത്തിറങ്ങി നിൽക്കല്ലേ, പെരേന്റെ ഔത്തേർ കുത്തിരിക്കും. ആ കള്ളഹിമാർ എവിടെയാണ് ഒളിച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. എവിടെ അപ്പം പുറത്തല്ലയോ കിടക്കുന്നേ? അത് പിന്നെ വയസ്സായില്ലേ. ശരിയാ, ഈ എല്ലും തൊലി ഏത് പുലിക്കാ വേണ്ടേ? പുലിക്ക് വേണ്ടിയത് പുള്ളച്ചന്റെ മകളുടെ ആളെ ഇറച്ചിയാ. പുലി ഇറങ്ങിയപ്പോഴേ ഒരു തമാശ. വായി നോക്കിക്കാ വരുന്നുണ്ടോ? പുള്ളാച്ചൻ എവിടെ? ഇറച്ചി കൂടുതലുണ്ട് കണ്ടപ്പോ പുള്ളാച്ച മുങ്ങി. ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പുലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല. എനിക്ക് തോന്നണം നമ്മുടെ കുഞ്ഞബ്ദുള്ളാക്കാന്റെ ഡൂപ്പാന്നാ. കിഴക്കാട് പോണ ഇവിടുന്ന്. ആര് കാര്യത്തിന് ആരും കള്ളത്തരം പറയോ? ഈനത്തിനാണ് പറച്ചോനാണ് സത്യം നമ്മൾ ഈ കണ്ണോട് വേണ്ടതാ. എന്നിട്ട് എവിടെ? ആ എവരെ വെറുതെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. പുലിയെ പിടിച്ച് നിന്റെ സമക്ഷം ഹാജരാക്കി തരാൻ പറ്റുമോ? ഇത് നല്ല വകുപ്പ്. നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിൽ തല്ലണ്ട. പുലിയാ, അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല. വാ, നമുക്കൊന്നോടെ തരയാം. തെരയണോര് തെരഞ്ഞു, ഞാനില്ല. ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. ചൂടി ഇവിടെ ഇവിടെ കേട്ടോ, മുറുക്കി കെട്ടണ്ട. അതെ, ഇവിടെ ഇവിടെ കാര്യം മാറിട്ടെ. അതെങ്ങനെയെന്നെ വണ്ടിക്കകത്ത് കയറ്റാനുള്ള സൗകര്യം വേണ്ടേ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇനി തലയും കാലം മാത്രമല്ലേ ഉള്ളൂ. അതൊന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞ് നടക്കുവോ? ഞാൻ പറഞ്ഞു നോക്കി, അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ഓർഡർ വേണം. അത് നടക്കില്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 7ാമത്തെ ആളായത്. പശു ആടും നായൊക്കെ വേറെ. ഈ വർഷം തന്നെ 2ാമത്തെ പ്രാവശ്യം പുലി ഇറങ്ങുന്നത്. ഇങ്ങനായ നാട്ടുകാർ എന്ത് ചെയ്യും സാർ? പുലി വരുന്നതും കാത്ത് പോലീസിന് ഇന്നുകൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ. മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം. ഇത് 100 കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി. എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കിട്ടണ്ടേ? ഇങ്ങോട്ട് കിടത്തിക്കോ. അത്തല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഈ നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന് പറ. അതിപ്പോ ഞാൻ എന്ത് പറയും? സർക്കാർ ഈ പുലിയെ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിരിക്കുകയാണ്. പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങളെല്ലാം കൂടി ആലോചിക്കുക. അപ്പൊ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. പോലീസിന്റെ പക്ഷത്തുനിന്ന് വലിയൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരു കാൽനട പ്രചാരണ ജാഥ നടത്തിയാലോ ചോ, കളക്ടറേറ്റ് പഠിക്കലേക്ക്. പുലി നീതി പാലിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചോണ്ട് അല്ലേ? കളക്ടർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കില്ല ചോ? എന്ത് നടപടി? മേലിൽ നമ്മുടെ പഞ്ചായത്തിൽ പുലി പ്രവേശിക്കുന്നത് അറിഞ്ഞുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ ഗുണം? പുലിക്ക് വല്ല വിവരമുണ്ടോ? നമുക്ക് വേണ്ടത് പുലി വരുമ്പോ കൊല്ലാൻ പറ്റിയ ഒരാളെയാണ്. നല്ലൊരു നായാട്ടുകാരൻ. ഫീലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട്. ആരാ? കുന്നംകുളത്തുകാരനൊരു ചേറു. 10-25 വർഷം മുമ്പുള്ള പരിചയമാ. ബഹുമിടുക്കൻ. ശബ്ദം കേട്ട് വിടുവിക്കും. സായിപ്പന്മാര് വരെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ആളാ.
ആഹാ, എങ്കിലും ആലോചിക്കാനൊന്നുമില്ല അച്ചു. പുലി വരുമ്പോ നമുക്ക് ചെറുവിനെ വരുത്താം. വരുന്ന വിവരത്തിന് പുലി തനിക്ക് കത്തയക്കുവോ? ആ മണ്ടത്തരം പറയല്ലേ. ഒരുമാതിരി പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം. മാസാമാസം അയാൾക്കൊരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും 5 രൂപ വെച്ച് മാസം എടുത്താൽ ചെറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും. അതല്ല, അത് തികയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങള് പീലിപ്പോസ് നോക്കിക്കോളും. ചെറു പീലിപ്പോസിന്റെ ഒരു സുഹൃത്തൂടാണല്ലോ. പിന്നെ മറ്റ് സമുദായക്കാരും ഇതിനോട് സഹകരിക്കും. കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ. നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ ക്രിസ്ത്യാനികൾ മാത്രം മതിയോ? ഇത് പള്ളിക്കാരിയൊന്നുമല്ല, നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? നേരാ. എന്നിട്ട് എന്താ ഇത്രയും കാലമായിട്ട് ഈ ബുദ്ധി നിങ്ങൾക്ക് തോന്നാഞ്ഞിട്ടല്ല. വന്യമൃഗങ്ങളെ തോന്നിയണം വെടിവെച്ചാലുണ്ടല്ലോ തട്ടി അകത്താക്കും. അത് വല്ലതും ഈ അച്ഛനും കൈക്കാരന്മാർക്കും അറിയോ? പിള്ളാച്ച, നിയമം അറിയാമെങ്കിലേ പറയാവൂ. നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള അപകടകാരികളായ ഏത് വന്യമൃഗത്തിനെയും ജനങ്ങൾക്ക് ചുണയുണ്ടേ വെടിവെച്ച് കൊല്ലാം. അതിന് ഒരു നിയമ തടസ്സവുമില്ല. അത് ഞാനും കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിന് നമ്മളോടൊന്ന് ആലോചിക്കണ്ടെന്ന് ഞാൻ ചോദിക്കണത്. എന്നിട്ട് ആരെയാ കൊണ്ടുവരാൻ പോണത്? കുന്നംകുളത്തുകാരനോട് ചേറും. കുന്നംകുളത്ത് എവിടെയാ കാട്? കാടില്ലാത്തടത്ത് എങ്ങനെ ഒരു നായേട്ടുകാരനുണ്ടാവുക? അച്ചോ, എന്താ, നീ മാർഗം കൂടാൻ വന്നാണോ? അയ്യേ, എനിക്ക് മാർക്കം കൂടൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ തോമസ് കുട്ടി ചുറ്റുമല്ലോ. പിന്നെ അല്ല, പള്ളി കയറ്റി കെട്ടിക്കണേ മതി. ആ ചക്ക എന്നെ കെട്ടുന്നതിനാ? ഞങ്ങള് ഹിന്ദുക്കളാ. ആ ചക്കൻ കള്ളത്തരം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുക. എന്താ, വല്ല കുഴപ്പം ഉണ്ടാക്കിയോ? ആവോ. അച്ചോ, ആ ആളെന്നാ വരിക? ഏതാണ്? ചേറു. എന്നാ വരിക എന്നറിയില്ല. നോക്കി നോക്കി എന്റെ കണ്ണ് കഴിച്ചു. അയാള് വന്നാ പുലിയെ കൊല്ലുന്ന ഉറപ്പല്ലേ? ആള് കൊടുക്കനാ. എന്റെ ഗുരുവായൂരപ്പാ, ഒന്ന് വേഗം വരുത്തണേ. ആ ചെകുത്താൻ ചത്ത് മലർന്ന് കിടക്കുന്ന കണ്ടിട്ട് ചത്താലും വേണ്ടില്ല. കിട്ടിയടി? ഇല്ല. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടൊരു പരിചയം പോലും ഇല്ലല്ലോ. അല്ല, ഇതെന്ത് പറ്റി? മുഖത്ത് കടന്നല കുത്തിയ മാതിരി. എന്നെ പറ്റിക്കായിരുന്നല്ലേ? നെറ്റിമേ പെരട്ടിയെ കാണാണ്ടാവുന്ന മരുന്നുണ്ടെന്ന് പറഞ്ഞു നുണയാ. ലോകത്ത് അങ്ങനെ ഒരു മരുന്നില്ല. ആര് പറഞ്ഞു? എന്റെ അപ്പൂപ്പൻ. ശങ്കുണ്ണി കൊല്ലൻ എന്താ അറിഞ്ഞിട്ടാ? ഞാൻ പുസ്തകം നിന്നെ കാണിച്ചു തന്നല്ലേ? അതിലെഴുതിയിരിക്കുന്ന നുണയാ. സ്ത്രീയെ മനസ്സിലോർക്കാതെ 1 മാസം തപസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. അങ്ങനെ പറ്റണം. വേണ്ട, എനിക്ക് മരുന്നും വേണ്ട, മന്ത്രം വേണ്ട. അപ്പൊ പുലിയെ മായ അയച്ചെന്ന് കൊല്ലുന്നത് എങ്ങനെയാ? അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അയാള് വരും. നമ്മുടെ ഫിലിപ്പോസ് മുതലാളിയേക്കാളും വയസ്സനാ. ചത്ത് പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു? അപ്പൊ വരില്ലേ? നോക്കിയിരുന്നോ, വരും. ഭാഗ്യം, അതെന്താടി? എടി, അതൊരു പട്ടിയല്ലേ? ചേറുവാണോ? കുന്നംകുളത്താരൻ ചേറു അല്ല. പിന്നെ നിങ്ങളാരാ? ഞാനൊരു മനുഷ്യൻ. ഇതിലെ പോയ പള്ളിയിലെത്തുവോ? എത്തും. കൈസറ വാടാ.